വാർത്തകൾ വിശദമായി നോക്കുമ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തും. ഇന്ന് കൊച്ചിയിൽ എത്തുന്ന മോദി യുവം 2023 പരിപാടിയിലും റോഡ് ഷോയിലും പങ്കെടുക്കും. അതേസമയം മോദിയുടെ സന്ദർശനം പ്രമാണിച്ച് പശ്ചിമ കൊച്ചി മേഖലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. തമ്പി സുബ്രഹ്മണ്യൻ അടക്കമുള്ളവർ പള്ളുരുത്തി സ്റ്റേഷനിൽ കസ്റ്റഡിയിലാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, എപ്പോഴാണ് നരേന്ദ്രമോദി കൊച്ചിയിലെത്തുക? ഏതൊക്കെ പരിപാടിയിൽ പങ്കെടുക്കും? അതേസമയം കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് കൊച്ചിയിലെത്തുക. അവിടെ നിന്നും റോഡ് ഷോ ആയിട്ടാണ് അദ്ദേഹം തേവരയിലെ യുവം പരിപാടിയിലേക്ക് എത്തിച്ചേരുക. യുവം പരിപാടിയിലും അതുപോലെ തന്നെ റോഡ് ഷോയിലും കനത്ത സുരക്ഷയാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. അവിടെ യുവം പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം വൈകുന്നേരം 7 മണിക്ക് അദ്ദേഹം മതമേലധ്യക്ഷന്മാരുമായിട്ട് ചർച്ച നടത്തും. മതമേലധ്യക്ഷന്മാരോട് താജ് ഹോട്ടലിൽ വെച്ചാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത്. മാർ ജോർജ് ആലഞ്ചേരി, ബെസോലിയസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക, അതുപോലെ തന്നെ ജോസഫ് മാർ ഗ്രിഗോറിയോസ്, മാർ മാത്യു മൂലക്കാട്ട്, മാർ ഔജിൻ കുര്യാക്കോസ്, കർദിനാൾ മാർ ക്ലെയിമിസ്, അതുപോലെ തന്നെ കുര്യാക്കോസ് മാർ സേവിയറിയസ് എന്നീ 8 പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരുമായിട്ടാണ് ഇന്ന് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത്. കെ രാധാകൃഷ്ണനാണ് ഈ പരിപാടിക്ക് ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. അദ്ദേഹവും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോകും. ഇങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടികൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതീവ സുരക്ഷാ വലയത്തിലാണ് ഈ പരിപാടികളെല്ലാം തന്നെ നടക്കുന്നത്. 2060 പോലീസുകാരെയാണ് കൊച്ചിയിലാകെ തന്നെ വിന്യസിച്ചിരിക്കുന്നത്. അതിന് പുറമെ ഷാഡോ പോലീസ് അടക്കമുള്ള ആളുകൾ ഉണ്ടാകും. കേന്ദ്രസേനാ വിഭാഗങ്ങളെയും എല്ലാം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. 1.8 കിലോമീറ്റർ ആണ് റോഡ് ഷോ നടത്തുക. റോഡ് ഷോ വെല്ലിംഗ്ടൺ ഐലൻഡിലെ നാവികസേന വിമാനത്താവളത്തിൽ നിന്നും യുവം പരിപാടി നടക്കുന്ന SH കോളേജിലേക്കാണ് ഈ റോഡ് ഷോ നടത്തുക. നേരത്തെ 1.2 കിലോമീറ്റർ ആയിരുന്ന റോഡ് ഷോ ഇന്നലെ 1.8 കിലോമീറ്റർ ആയിട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ കൊച്ചിയിൽ വലിയ ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 8 മണി വരെ പശ്ചിമ കൊച്ചി ഭാഗത്തു നിന്ന് തേവരയിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. അതായത് പശ്ചിമ കൊച്ചിയിൽ നിന്ന് മാത്രമല്ല, എറണാകുളത്ത് നിന്നായാലും ഏത് ഭാഗങ്ങളിൽ നിന്നായാലും 2 മണി മുതൽ രാത്രി 8 മണി വരെ തേവരയിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല. അതുപോലെ തന്നെ പോക്കറ്റ് റോഡുകളിലടക്കം കർശന ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. പ്രധാനമന്ത്രിക്ക് ഭീഷണി കത്ത് വന്നതിന്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ നിയന്ത്രണം വളരെ കടുപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ മോദിയുടെ സന്ദർശനം പ്രമാണിച്ച് ഫോർട്ട് കൊച്ചി, പള്ളുരുത്തി, കണ്ണമാലി പ്രദേശങ്ങളിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പുലർച്ചെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട്. തമ്പി സുബ്രഹ്മണ്യൻ അടക്കമുള്ളവരാണ് പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലുള്ളത്. 10 പേർ കസ്റ്റഡിയിലുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആതിര. വ്യക്തമാണ് അശ്വതി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തും. ഇന്ന് കൊച്ചിയിലെത്തുന്ന മോദി യുവം 2023 പരിപാടിയിലും റോഡ് ഷോയിലും പങ്കെടുക്കും. അതേസമയം മോദിയുടെ സന്ദർശനം പ്രമാണിച്ച് പശ്ചിമ കൊച്ചി മേഖലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. തമ്പി സുബ്രഹ്മണ്യൻ അടക്കമുള്ളവർ പള്ളുരുത്തി സ്റ്റേഷനിൽ കസ്റ്റഡിയിലാണ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അശ്വതി.